നല്ല നിമിഷത്തിനായി നന്ദി പറയും. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെ അവിടുത്തെ മാറാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി തുടർന്ന് ഞങ്ങളോട് സംസാരിക്കും. അങ്ങയുടെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾക്ക് തരണം. വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കും. ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല മാനുഷിക പൈശാചിക ഇരുട്ടിന്റെ അധികാരം യേശുവിന്റെ നാമത്തിൽ ശാസിക്കും. ദൂതന്മാരെ കൽപ്പിക്കും. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. മുഴുമഹത്വവും അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമല്ലോ. കർത്താവിൽ എല്ലാവർക്കും ചാരത്തും ദൂരത്തും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൽ സ്നേഹത്തോടുള്ള വന്ദനം. നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ ഭൂപരപ്പിൽ ഒരവസരം കൂടെ ദാനമായി തന്ന സർവകൃപാലുവാകുന്ന ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ബുധൻ ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പ്രാപിച്ച് വീണ്ടും ഈ ബുധൻ വരുന്നത് വരെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിച്ചല്ലോ. നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി പറയും. ഐശ്വര്യമായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. സഭാപ്രസംഗിയിൽ നിന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിലേക്ക് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സഭാപ്രസംഗി അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കാം. വായിച്ചാട്ടെ. 3:14. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും ഉറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചസ്സാണ് ദൈവം നമുക്കിന്ന് ചിന്തിപ്പാൻ നൽകി തന്നിരിക്കുന്നത്. ഈ വാക്യം എന്റെ ഹൃദയത്തിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടായിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ വാക്യം ദൈവം തന്നിരുന്നു. 21 ദിവസം ഉപവാസത്തിലാണ് ഞാനും പ്രിയ മകളും. സ്തോത്രം. മാർച്ച് 1-ാം തീയതി ഉപവാസം അവസാനിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു വാക്യം. പക്ഷെ ഞാൻ അതിന്ന് പകലാണ് പഠിച്ചത്. ഇന്ന് പകലാണ് ഞാൻ അതിരുന്ന് സ്തോത്രം അല്പസമയം പഠിക്കുവാനും നോക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഈ വാക്യം എന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകി തന്നിട്ടുണ്ട്. നമുക്കറിയാം, ശലോമോനാണ് സഭാപ്രസംഗി എഴുതിയതെന്ന് നമുക്ക് വ്യക്തം. അതിന്റെ ഹെഡിങ്ങിൽ തന്നെ പേര് സ്തോത്ര ഹല്ലേലൂയ പറയുന്നില്ലെങ്കിൽ പോലും യെരൂശലേമിലെ രാജാവായ ദാവീദിന്റെ മകനായ സഭാപ്രസംഗി സ്തോത്ര ഹല്ലേലൂയ എന്ന വചനങ്ങൾ, അതായത് ശലോമോനെ കുറിച്ചാണ് അത് പറയുന്നത്. സ്തോത്ര ഹല്ലേലൂയ 3 പുസ്തകമാണ് ശലോമോൻ എഴുതിയ നമുക്ക്.
സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമ, സ്തോത്രം ചെയ്യുന്നു. മൂന്ന് പുസ്തകങ്ങളും 3 കാലഘട്ടത്തിലാണ് തന്റെ ദാസൻ എഴുതുന്നത്. തന്റെ യൗവനകാലത്താണ് താൻ സദൃശ്യവാക്യങ്ങൾ എഴുതുന്നത്. സ്തോത്രം. തന്റെ സ്തോത്രം യൗവന കാലത്ത്, സ്തോത്രം ഹല്ലേലൂയ, തന്റെ ഒരു മധ്യ വയസ്സിന്റെ കാലഘട്ടത്തിലാണ് താന് സഭാപ്രസംഗി എഴുതുന്നത്. സ്തോത്രം ഹല്ലേലൂയ. വാർദ്ധക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ താൻ എഴുതപ്പെട്ട പുസ്തകങ്ങൾ 3 പുസ്തകങ്ങളായിട്ട് അതിനെ തരംതിരിക്കുന്നുണ്ട്. സദൃശ്യവാക്യവും, സഭാപ്രസംഗി. സഭാപ്രസംഗി വായിച്ചു കഴിയുമ്പോൾ ഒരുപാട് മായ എന്നൊക്കെ പറഞ്ഞ് താൻ എഴുതി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പരിശുദ്ധാത്മാവ് തന്ന ദൂതിനോട് നമ്മൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യാണ് നമ്മൾ അവിടെ 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെ പഠിക്കുമ്പോൾ ദൈവീകമാകുന്ന ഒരു പദ്ധതി, ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഉദ്ദേശം വ്യക്തമായിട്ട് ആ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. സ്തോത്രം. സഭാപ്രസംഗി പഠിക്കുമ്പോൾ സഭാപ്രസംഗിയിലൂടെ താൻ ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരുവൻ തൃപ്തികരമാകുന്ന ഒരനുഭവത്തിൽ എത്തപ്പെടണമെങ്കിൽ അവന് ദൈവത്തിൽ ആശ്രയിക്കാതെ അതിന് സാധ്യമാകില്ല. ഈ ഭൂമിയിലുള്ള എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം നേടിയെടുത്താലും, ഏതിനെല്ലാം ആധിപത്യം പുലർത്തിയാലും ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ഒരു പൂർണ്ണ തൃപ്തി കണ്ടെത്താൻ കഴിയത്തുള്ളൂ എന്നുള്ള ഒരു സന്ദേശം ഈ പുസ്തകത്തിലൂടെ തന്റെ ദാസൻ ഉണർത്തി കാണിക്കുന്നു. അപ്പോ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? സ്തോത്രം. ആമേൻ. പ്രസംഗിക്കുന്ന എന്നെ കുറിച്ചും പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ദൈവത്തിനൊരു പദ്ധതി ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ആരും ഈ ഇരിപ്പിടങ്ങളിൽ ഇരിക്കത്തില്ലായിരുന്നു. എത്ര പേരുടെ ഉറപ്പോട് ആമേൻ പറയും? സ്തോത്രം ചെയ്യുക. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ്, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അതാണ് 3-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യ ശകലങ്ങളിൽ ശലോമോൻ വെളിപ്പെടുത്തുന്നത് ഹല്ലേലൂയ, ദൈവത്തിന് ഒരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കഷ്ടത വന്നാലും, രോഗം വന്നാലും, എതിർപ്പുകൾ വന്നാലും, പോരാട്ടങ്ങൾ വന്നാലും, വെല്ലുവിളികൾ വന്നാലും, സങ്കടങ്ങൾ വന്നാലും, ദുഃഖം വന്നാലും, ഭാരം വന്നാലും, വേദനകൾ വന്നാലും, നിന്ദകൾ വന്നാലും, ആക്ഷേപങ്ങൾ വന്നാലും, പരിഹാസങ്ങൾ വന്നാലും, ആത്മനിയോഗത്തോടെ ധൈര്യത്തോടെ നീ പറയണം, എന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുള്ളിടത്തോളം കാലം, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളിടത്തോളം കാലം, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉള്ളിടത്തോളം കാലം, ഈ പ്രതികൂലത്തിന്റെ മുമ്പിൽ ഞാൻ തല കുനിക്കത്തില്ല, ഈ പ്രതികൂലത്തിന്റെ മുമ്പിൽ ഞാൻ അടിമതറക്കില്ല. കാരണം ചേറ്റിക്കടന്ന എന്നെ
ഈ സ്ഥാനത്തെത്തിച്ചെങ്കിൽ എന്റെ ഉദ്ദേശമല്ല, എന്റെ പദ്ധതിയല്ല, എന്റെ സ്വപ്നമില്ല, എന്നെ കുറിച്ച് എന്നെ കണ്ട എന്നെ തിരഞ്ഞെടുത്തവന്റെ പദ്ധതിയാണ്. എത്ര പേർക്ക് നന്ദിയോട് രാമയം പറയാം? സ്തോത്രം. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് പോലെ, ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്രേ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നത്രേ. അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ്, ഒരു സ്നേഹം നമ്മുടെ മേൽ വീണതുകൊണ്ടാണ് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഒരുങ്ങിയത്, നമ്മളെ കുറിച്ചൊരു ഉദ്ദേശം വെളിപ്പെട്ടു വന്നത്. ഒരു ഉദ്ദേശം എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ദൈവത്തിനുണ്ടെങ്കിൽ, ഒരു പദ്ധതി നമ്മളെ കുറിച്ച് ദൈവത്തിനുണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യം അടിവരയിട്ട് എഴുതി വെച്ചോ. അതിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് വീണിട്ടുണ്ട്, അതിന്റെ മേലൊരു സ്നേഹം വീണിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പില്ലാത്ത, ദൈവത്തിന്റെ സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പദ്ധതിയും കാണത്തില്ല. ചിലര് പറയത്തില്ലേ, സ്തോത്രം, പിശാചിന് പോലും അവനെ, ദൈവത്തിനും വേണ്ട സ്തോത്രം, പിന്നെ പിശാചിന് പോലും വേണ്ട എന്ന് ചിലര് പറയാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിശാച് നോട്ടമിടുന്ന ആരെയാണെന്നറിയാമോ? പിശാച് പോരാടുന്ന ആരെയാണെന്നറിയാമോ? പിശാച് വെല്ലുവിളിക്കുന്ന ആരെയാണെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതി ഉള്ളവരെയാണ്, ദൈവത്തിന്റെ ഉദ്ദേശമുള്ളവരെയാണ്, ദൈവത്തിന്റെ സ്വപ്നത്തിൽ ഇടം നേടിയവരെയാണ് പിശാച് നോട്ടമിടുന്നത്. അവരോടാണ് പിശാച് പോരാടുന്നത്, അവരോടാണ് പിശാച് വെല്ലുവിളിക്കുന്നത്. നമ്മളോട് വെല്ലുവിളിയും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരന്തരമാകുന്ന പോരാട്ട വീര്യങ്ങൾ ഒന്നിനു പുറകെ ഹല്ലേലൂയ നമ്മൾക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ, ശത്രുവാകുന്നവൻ വില്ലിൽ നിന്ന് പെയ്തു വിടുന്നത് പോലെ എയ്തു വിടുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ. ആത്മാവിനെ നിയോഗിച്ച് ഞാൻ പറയുന്നു, ദൈവത്തിനും നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനും നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനും നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. യോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം ഒരു ദർശനമാക്കി ദൈവം യോസഫിന് നൽകി. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്വപ്നമാണ് യോസഫിന് ദൈവം ദർശനമായി നൽകിയത്. സ്തോത്രം. ദൈവത്തിന്റെ സ്വപ്നമാണ് ദൈവം യോസഫിനെ കാണിച്ചത്. സ്തോത്രം. യോസഫേ, നിന്നെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. സ്തോത്രം. അത് അപ്പന്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും സഹോദരങ്ങളുടെയും ഇടയിൽ നീ ഒതുങ്ങിപ്പോകുന്ന സ്വപ്നമല്ല. അല്ലെങ്കിൽ നിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മിസ്രയീം രാജ്യത്താക്കി നിന്നെ ഒരു അധികാര പദവിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്വപ്നം ദൈവത്തിന് യോസഫിനെ കുറിച്ചുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്വപ്നമാണ് യോസഫിന്റെ ദർശനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വപ്നമാണ് യോസഫിന്റെ ദർശനം. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ സ്വപ്നമുള്ളവൻ, ദൈവത്തിന് പദ്ധതിയുള്ളവൻ, ദൈവത്തിന് ഉദ്ദേശമുള്ളവൻ ഏതെല്ലാം വഴിത്താരകളിലൂടെ കടന്നുപോയി,
സഹോദരന്മാരവനെ നിന്ദിച്ചു, സഹോദരന്മാരവനെ ഉപദ്രവിച്ചു, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു, അടിമക്കാർക്ക് വിറ്റുകളഞ്ഞു, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ അവനെ അടച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവനിലേക്ക് വലിയ നിന്ദയും അപമാനങ്ങളെയും കൊണ്ടിട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും നിന്നെ കുറിച്ചുള്ള പദ്ധതി അവൻ ചെയ്തെടുക്കും. നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം അവൻ ചെയ്തെടുക്കും. നിന്നെ കുറിച്ചുള്ള സ്വപ്നം അവൻ ചെയ്തെടുക്കും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്നെ കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ, നീ വിശ്വസിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ അത് ദൈവം കംപ്ലീറ്റ് ചെയ്യും. സ്തോത്രം. 3 കാര്യങ്ങളാണ് ഇതിലൂടെ പരിശുദ്ധാത്മാവ് ചിന്തിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ വിഷയം 3:12 ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഉദ്ദേശത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ സ്വപ്നത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രകടമാകും, വെളിപ്പെടുമെന്നാണ് സഭാപ്രസംഗി ശലോമോൻ പറയുന്നത്. അല്ലെങ്കിൽ അത് 3:12 ഒന്നാമത്തെ കാര്യം. വായിച്ചേ, 3:12 വായിച്ചേ മതി. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ജീവപര്യന്തം സന്തോഷിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. അയ്യോ, നിങ്ങൾക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ സന്തോഷിക്കാത്ത എന്നാന്ന് എനിക്കറിയാം. പാസേ, വചനം ഇങ്ങനൊക്കെയാണെങ്കിലും പോക്ക് അങ്ങനൊന്നും അല്ല. അത് വെച്ചാൽ നിങ്ങൾ സന്തോഷിക്കാത്ത. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണടച്ച് ദൈവശബ്ദത്തെ വിശ്വസിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തെളിയിക്കുക. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്, ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു. നിന്റെ സന്തോഷം ഇന്ന് അവസാനിക്കുന്നതല്ല, നിന്റെ സന്തോഷം നാളെ അവസാനിക്കുന്നതല്ല. പ്രത്യാശയോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സന്തോഷം മരണം കൊണ്ട് കല്ലായിലും അവസാനിക്കുന്നതല്ല. നിന്റെ സന്തോഷം ജീവപര്യന്തമാണ്. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? 6 അടി മണ്ണിൽ ഒതുങ്ങി പോകുന്നതല്ല, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ജീവിക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ സന്തോഷം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. മരണത്തിനപ്പുറവും ജീവപര്യന്തമായി സന്തോഷിക്കാനുള്ള ഒരാഴമേറിയ പ്രത്യാശയുടെ സന്തോഷം. ഞങ്ങൾക്ക് പ്രത്യാശ തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്ക്. നീ ദൈവ പദ്ധതിക്കകത്താണോ നിൽക്കുന്നേ? നീ ദൈവിക ഉദ്ദേശത്തിന്റെ അകത്താണോ നിൽക്കുന്നേ? നീ ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ അകത്താണോ നിൽക്കുന്നേ? നിന്നോട് പറയാനൊരു ദൂതുണ്ട്. നിന്റെ സന്തോഷത്തെ അവൻ നിനക്ക് മടക്കി തരാൻ പോവുകയാ. എവിടെങ്കിലും ദൈവ പദ്ധതിക്കകത്തു നിൽക്കുന്ന, ദൈവിക സ്വപ്നത്തിന്റെ അകത്തു നിൽക്കുന്ന ദൈവ പൈതലിന്റെ സന്തോഷത്തെ വെള്ളമൊഴിച്ചു കെടുത്തിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൂത് പറയാൻ ആത്മാവ് നിയോഗിക്കുന്നു. നിന്റെ സന്തോഷത്തെ മടക്കി തരുന്ന ഒരു ദൈവകൃപ ഈ വചനത്തിലൂടെ ചലിക്കുക.
നിന്റെ മുഖത്തുനിന്ന് ചിരിയുണ്ടല്ലോ, അവൻ നിനക്ക് മടക്കി തരുമെന്ന് ദൈവാത്മാവെന്നോട് ഇടപെടുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ചിരി അവൻ നിനക്ക് മടക്കി തരുമെന്ന് ചിലരോട് വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങും. ഏതു മേഖലയില് നിനക്ക് സന്തോഷം നഷ്ടപ്പെട്ടത് ആരിലൂടെയാ? നിന്റെ ആനന്ദം ഇല്ലാതായത് ആത്മാവിടപെടുന്നു. ദൈവപദ്ധതിക്കകത്തുള്ള കുഞ്ഞ്, ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തുള്ള കുടുംബമേ, ദൈവത്തിന്റെ ഉദ്ദേശം ദൈവമനുഷ്യനെ ദൈവത്തിന്റെ സന്തോഷപ്പെടുത്തി വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ സ്തോത്രം ചെയ്താണ്. ദൈവപദ്ധതിയിൽ ഉണ്ടെങ്കിലും, ദൈവിക ഉദ്ദേശത്തിൽ ഉണ്ടെങ്കിലും, ദൈവത്തിന്റെ സ്വപ്നത്തിൽ ഉണ്ടെങ്കിലും ഹല്ലേലൂയ അനുഭവിക്കേണ്ട സന്തോഷം അനുഭവിക്കാതെ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് എന്നോട് നിയോഗിച്ചു പറയുന്നു, നീ വിശ്വസിക്ക്. ഈ വചനം ഈ വർഷം നിനക്ക് വിടുതല, ഈ വചനം ഈ ആണ്ട് നിനക്ക് വിടുതല. കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നു, ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ഈ വചനത്തെ അവൻ ജീവിപ്പിക്കുമെന്ന് ആത്മാവിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നു. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ഈ വചനത്തെ അവൻ ജീവിപ്പിക്കുമെന്ന്. നിന്റെ മുഖത്തുനിന്ന് ചിരി, നിന്റെ ഹൃദയത്തിന്റെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നരകിക്കാനല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സന്തോഷത്തോടെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹാപ്പിയായിട്ട് ജീവിക്കണം ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ആ സന്തോഷത്തെ ഇല്ലാതാക്കിയത് തന്നെ മനുഷ്യവർഗമാണ്. ഏത് പൂങ്കാവനത്തിൽ എല്ലാവിധ സന്തോഷങ്ങളാലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം സങ്കടപ്പെടാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, കരയാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അധ്വാനിച്ച് ജീവിക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും ദുഷിക്കപ്പെടാനും ഒന്നുമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തോട് കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ അതിനെ തല്ലിക്കെടുത്തിയത്, അതിനെ ഇല്ലാതാക്കിയത് ദൈവമല്ല, മനുഷ്യൻ തന്നെ. ഒരു ദൂതാത്മാവെന്നോട് ഇടപെടുന്നുണ്ട് പറയാ, പല സന്തോഷങ്ങളും കെട്ടടയാൻ കാര്യം ദൈവമല്ല, നീയാ. പല ആനന്ദങ്ങളും കുടുംബത്തിൽ നിന്ന് അകന്നു പോകാൻ കാര്യം ദൈവമല്ല, നീയാ. നിന്റെ സ്വഭാവവും നിന്റെ സംസാരവും നിന്റെ പ്രവൃത്തിയും നിന്റെ ഇടപാടും നിന്റെ രീതികളുമാണ്. ദൈവപദ്ധതിക്കകത്തല്ലേ ആദവിനെ ദൈവം സൃഷ്ടിച്ചത്? ദൈവപദ്ധതിക്കകത്തല്ലേ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചത്?
പദ്ധതിക്കകത്തു നിൽക്കുമ്പോ തന്നെ ദൈവത്തോട് പറഞ്ഞു. സ്തോത്രം. മാനസാന്തരപ്പെടേണ്ട എവിടെങ്കിലും ഉണ്ടെങ്കിൽ, ക്രമീകരിക്കേണ്ട എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കും. സകലവിധ സന്തോഷങ്ങളാലും ഇവർ കഴിയണമെന്നുള്ള എല്ലാ ഉദ്ദേശത്തോടു കൂടിയ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചത്. അതാ തെളിവ്. സ്തോത്രം, സ്തോത്രം. കണ്ടോ, ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വേണ്ടുന്നതെല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചു. എന്തിനാ? അവൻ സന്തോഷിക്കാൻ, അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ, അവൻ കഷ്ടപ്പെടാതിരിക്കാൻ, അവന് വേണ്ടുന്നതെല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചു. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം തച്ചുടച്ചത് ദൈവമല്ല, അതെല്ലാം തച്ചുടച്ചത് മനുഷ്യൻ. പലപ്പോഴും പറയാറില്ലേ, എനിക്ക് സന്തോഷമില്ല, എനിക്കൊരു സമാധാനമില്ല. എല്ലാം പിശാചിന്റെ തലയിലോട്ട് കൊണ്ടിടുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ കൊടുന്ന് പരിശോധിക്ക്. എവിടെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോ എങ്കിൽ പോലും മനുഷ്യനെ പുറത്താക്കിയെങ്കിലും അവന് വേണ്ടുന്ന ക്രമീകരണം സ്വർഗത്തിൽ ദൈവം ഒരുക്കി. പൂർണ്ണമായി ദൈവം അവനെ കൈവിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, ഏദൻ പൂങ്കാവനത്തിൽ വലിയ ഒരു സന്തോഷത്തെ തച്ചുടച്ചു. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, അതിന്റെ ആഴം, അതിന്റെ സ്നേഹം ചെറുതല്ല വലുതല്ല. ഏദൻ എന്നൊരു വിഷയമുണ്ട്, ഏദൻ തോട്ടം ഒരു വിഷയം, പ്രസംഗ വിഷയം. എന്നെങ്കിലും ഞാൻ പ്രസംഗിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. സകല നന്മകളാലും സന്തോഷത്താലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ വീഴ്ച മൂലം അവര് സങ്കടത്തിലേക്ക്, പ്രയാസത്തിലേക്ക്, മരണത്തിലേക്ക് അവര് മാറുവാനിടയായി തീർന്നു. അല്ലേ? സ്തോത്രം. അവരുടെ സന്തോഷം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഇല്ലേ? സ്തോത്രം ചെയ്യുക. പക്ഷേ ഹല്ലേലൂയ, ആ സന്തോഷത്തെ മടക്കി കൊടുത്ത ഒരു കൃപയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒരു ദൂതാണെന്ന് വായിച്ചേ. ലൂക്കോസ് 2:10. സ്തോത്രം. ദൂതൻ അവരോട് ഭയപ്പെടണ്ട. കണ്ടോ, സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ചേർന്നരാമേ പറഞ്ഞേ. കണ്ടോ, ഏതും പൂങ്കാവനത്തിൽ എല്ലാവിധ സന്തോഷ സൗകര്യങ്ങളോടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയെങ്കിലും ആ സന്തോഷത്തെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കുവാൻ കഴിയാതെ ആ സന്തോഷത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു എങ്കിൽ പോലും അവരെ ആ സന്തോഷത്തിലേക്ക് മനുഷ്യവർഗത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന് ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. ലൂക്കോസ് 2:10 നമ്മൾ വായിച്ചത് സർവജനത്തിനും ഉണ്ടാകേണ്ടതിനുള്ള ഒരു സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഓ കൃപ, കൃപ, കൃപ. ഇന്ന് പകൽ എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലായി? ഏതും പൂങ്കാവനത്തിൽ മനുഷ്യവർഗത്തിന്റെ സന്തോഷത്തെ പിശാചു കെട്ടി ഹല്ലേലൂയ ബന്ധിച്ചു കളഞ്ഞപ്പോൾ, പിശാചിനെ തട്ടിക്കടത്തിയപ്പോൾ സർവശക്തനാകുന്ന ദൈവം പുതിയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞു, സർവജനത്തിനും ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു.
വെളിപ്പാട് മനസ്സിലായി, എത്ര പേർക്ക് മനസ്സിലായി. നിന്റെ സന്തോഷം നിന്റെ സന്തോഷം നിന്റെ സന്തോഷം നിന്റെ സന്തോഷം ധരിക്കാൻ പോവാ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ, ഒരു വിടുതലാണെന്ന്, ഒരു വിടുതലാണെന്ന്. ഓ കൃപ 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 കൃപ. ഇതുവകര വചനം ചില മേഖലകളിൽ ക്രിയ ചെയ്യുന്നു കേട്ടോ. ആ വചനം ചില മേഖലകളിൽ ക്രിയ ചെയ്യുന്നു. ആ വചനം ചില മേഖലകളിൽ ക്രിയ ചെയ്യുന്നു. ആ വചനം ചില മേഖലകളിൽ ക്രിയ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ക്രിയ ചെയ്യുന്നു. നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയ, നിന്റെ ആനന്ദമില്ലാതെ പോയ സന്തോഷം ഉദിക്കുമ്പോൾ, ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷണിക്കുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചോളാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നു മകൾ വിശ്വസിക്കുക. സന്തോഷങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല, സന്തോഷങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. എല്ലാം തീർന്നു എന്ന് നീ വിധി എഴുതിയെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നോട് പറയാൻ, നീ ചിരിക്കുന്ന സമയം വരുന്നു, നീ ആനന്ദിക്കുന്ന ദിവസം വരുന്നു. നിന്റെ വിഷയത്തിന്റെ അകത്ത് യേശുവിന്റെ സന്തോഷം ജനിക്കാൻ പോകുകയാ. യേശുവിന്റെ സന്തോഷം വെളിപ്പെടാൻ പോകുകയാ. യേശു എന്ന സന്തോഷത്തിന്റെ ശക്തി ഭരിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവശക്തി ആ മേഖലകളിൽ വെളിപ്പെടട്ടെ. പ്രവർത്തന ഇന്ന് പകലിൽ ഏതൊക്കെ നിന്ന് മനുഷ്യവർഗത്തെ ദൈവം ചിരിത്തപ്പോൾ പിശാചു മാറിയിരുന്ന് ചിരിച്ചു. നിങ്ങളുടെ സന്തോഷം പോയി, നിങ്ങളുടെ ആനന്ദം പോയി, നിങ്ങളുടെ ആഘോഷം പോയി. നിന്റെ കുടുംബത്തെ നോക്കി പിശാചാകുന്നവരെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ആത്മാവ് ഇടപെടുന്നു. മറുവശത്തു നിന്ന് ദൈവം പറയുന്നു, ഇല്ല പിശാചേ, ഇല്ല പിശാചേ, പോയിട്ടില്ല. എന്റെ പുത്രൻ മുഖാന്തരം, എന്റെ പുത്രൻ മുഖാന്തരം, എന്റെ പുത്രൻ മുഖാന്തരം ഈ സന്തോഷത്തെ സർവജനത്തിന്റെ വെളിപ്പാട് മനസ്സിലായവർ ആഘോഷമാക്കിയപ്പോൾ മറുവശത്ത് നിന്ന് ദൈവത്തിന്റെ ശബ്ദം, നീ ആഘോഷമാക്കണ്ട, നീ ആനന്ദമാക്കണ്ട,
ഹല്ലേലൂയ. മഹാസന്തോഷത്തിന്റെ ദൂതിനെ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ദിവസം വരുന്നു. എന്നോട് ദൈവം ഇടപെടുക. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ, നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തെ മടക്കി തരുന്ന ദിവസം വരുന്നു. സാധാരണ കാണിക്കൂ. നഷ്ടപ്പെട്ടുപോയ ആനന്ദത്തെ, നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തെ, നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തെ മടക്കി തരുന്ന സമയം വരുന്നു. ഞാൻ ചിരിച്ച അനേക നാളായി, ഞാൻ ഹൃദയം അല്ലെങ്കിൽ സന്തോഷിച്ച അനേക നാളായി എന്ന് പറയുന്ന നിന്നോടാണ് ദൂത്. പ്രാർത്ഥിച്ചോ. ദൈവശക്തി വ്യാപരിക്കുകയാണ്, ദൈവശക്തി വ്യാപരിക്കുകയാണ്, ദൈവഗുണം വ്യാപരിക്കുകയാണ്. ദൈവഗുണം നിന്നെ കരഞ്ഞ മുഖം മാറാൻ പോകുന്നു, നിന്റെ നിറകെട്ട് മാറാൻ പോകുന്നു. ക്ഷീണിച്ചു പോയല്ലോ, കരഞ്ഞ് ക്ഷീണിച്ചു എന്ന് പറഞ്ഞ ചില മുഖങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ ദൂത് പ്രാപിക്കുക. ആത്മാവിൽ തന്നെ പ്രാപിക്കുക. ഞെരുങ്ങിയ ദിവസങ്ങൾ, ഞെരുങ്ങിയ കാലങ്ങൾ മാറുന്നവരെ പ്രാർത്ഥിക്കുക. നിന്റെ മുഖത്ത് ചിരി വരുന്നു, നിന്റെ ഹൃദയത്തിൽ ആനന്ദം വരുന്നു, നിന്റെ ജീവിതത്തിൽ സന്തോഷത്തെ അവൻ മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിനോട് ഇടപെടുക. നിന്റെ ചിരിയുടെ കാലം അവൻ നിനക്ക് മടക്കി തരും. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ ഹൃദയത്തിന്റെ സന്തോഷം അവൻ നിനക്ക് മടക്കി തരും. ഇന്ന് പകൽ വ്യക്തിപരമായും ദൈവനോട് ദൂതടപെടുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നഷ്ടപ്പെട്ടു പോയ ചിരി അവൻ നിനക്ക് മടക്കി തരും കേട്ടോ. നഷ്ടപ്പെട്ടു പോയ സന്തോഷം അവൻ നിനക്ക് മടക്കി തരും കേട്ടോ. ഇന്ന് പകൽ വിശ്വസിക്കുക. നിന്റെ കണ്ണുനീരിനെ അവൻ ഒപ്പം, നിന്റെ ഹൃദയത്തിന്റെ ദുഃഖം അവൻ മാറ്റും. എന്നോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പല അപ്പനും അമ്മയും മക്കളെ കൈപിടിച്ച് നടക്കുമ്പോൾ ഹൃദയം തകർന്നു നിഷ്കളങ്കർ, നീതിമാന്മാർ, പ്രാർത്ഥനാ ജീവിതമുള്ളവർ, അവർക്ക് കിട്ടുന്നതിന്റെ ദശാംശം ദൈവാലയത്തിൽ കൃത്യമായി നൽകുന്നവർ, ഇങ്ങനെ നിൽക്കുന്ന രണ്ടുപേര് പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഇല്ലാതെ അവര് വ്യാകുലപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുമ്പോൾ, പല അപ്പൻ മക്കളെ കൊണ്ട് വരുമ്പോൾ, അമ്മ മക്കളെ കൊണ്ട് വരുമ്പോൾ അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നു. മശികയെ ചുമക്കാൻ എന്റെ ഗർഭപാത്രത്തിന് കഴിയത്തില്ല എന്നൊരു ചിന്ത മാനുഷികമായി ഹൃദയത്തെ ഭരിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു തലമുറയ്ക്ക് വേണ്ടി അവരുടെ പേരാ സെഖരിയാവും എലിസബത്തും
പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ സന്തോഷം കെട്ടുപോയി കേട്ടോ. അവർക്കിനിയും ഒരു സന്തോഷം ഉണ്ടാകത്തില്ലെന്ന് പലരും പറഞ്ഞു. അവരുടെ ശാരീരിക ഘടന അനുസരിച്ചും പ്രകൃതിയുടെ നിയമം അനുസരിച്ചും മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രക്രിയ അനുസരിച്ചും ഹല്ലേലൂയ, ഇനിയും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല എന്ന് ഒരേ സ്വരത്തോടെ അവരെ കണ്ടവരെല്ലാം പറഞ്ഞു. ഈ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണ്ടെന്നേ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നേ, ഇതിന് മറുപടി കിട്ടാൻ പോകുന്നില്ലെന്നേ, നിങ്ങളുടെ സന്തോഷം ഈ വിഷയത്തിൽ കിട്ടത്തില്ല എന്ന് പലരും അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ധൂപം കാട്ടാൻ ദൈവാലയത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് നിന്നുകൊണ്ട് സക്കറിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ദൂതനത്രേ. ഹല്ലേലൂയ. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എത്ര പേർക്ക് ഞാൻ പറയുന്ന വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ സന്തോഷം കെട്ടടങ്ങിയെന്ന് മറ്റുള്ളവർ മാനുഷിക നിയമപ്രകാരം ശരീരത്തിന്റെ പ്രകൃതി പ്രകാരം പറഞ്ഞെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷം ജനിക്കാൻ പോകുകയാ. നിങ്ങളുടെ സന്തോഷം ജനിക്കാൻ പോകുക. നിങ്ങളുടെ സന്തോഷം ജനിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സന്തോഷം അസ്തമിച്ചിട്ടില്ല. നിന്റെ സന്തോഷം ഉദിക്കാൻ പോകുകയാ, ഉദിക്കാൻ പോകുകയാ, ഉദിക്കാൻ പോകുകയാ. 2026 എന്ന ഈ വർഷം എന്നോട് ദൈവാത്മാ പറയുന്നു, ദൈവ പദ്ധതിക്കകത്തു നിൽക്കുന്ന, ദൈവിക ഉദ്ദേശത്തിനകത്തു നിൽക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തു നിൽക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂത് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു മഹാ സന്തോഷത്തിന്റെ കൈമാറ്റം നടക്കുമെന്ന് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വിശുദ്ധന്മാരിലൂടെ വെളിപ്പെടുന്ന ദൂതിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചില്ലെങ്കിൽ ആ ദൂത് തിരിഞ്ഞു വരും. ആ ദൂത് തിരിഞ്ഞു വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കണം. കാരണം ഞങ്ങളിലൂടെ ദൈവം അയച്ച ദൂതാണ്. അത് ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവത്തില്ല. ദൂത് ഏറ്റെടുത്ത് പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചില്ല, ആ ദൂത് തിരിഞ്ഞു വരും. തിരിഞ്ഞു വരുന്ന ദൂതിനെ ഞങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ആ ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ദൂത് മനസ്സിലായോ? അതുകൊണ്ട് ഒരു ദൂത് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? തരരുത്. എല്ലാ ദൂതും ഹല്ലേലൂയ ആവശ്യമുള്ളതെല്ലാം ചാടിപ്പിടിച്ചോണം, ആത്മാവിൽ സ്വീകരിച്ചോണം, ജയം പ്രാപിച്ചോണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഒന്ന്, ദൈവ പദ്ധതിക്ക്, ദൈവ ഉദ്ദേശത്തിന്റെ അകത്ത് നിൽക്കുന്നവൻ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ ഒരു ജീവപര്യന്തമായ സന്തോഷം നിനക്കുണ്ട്. എല്ലാവർക്കും ഉറപ്പുണ്ട്. ഞാൻ അതിനെ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മാഞ്ഞ ചിരികളെ ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ദൈവം മടക്കി തരും. അതിനാ ദൈവാത്മാവ് വെളിപ്പെടുത്തി, വേദമുഖാവനത്തിൽ നിന്നും മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ, ദൈവം ഇറക്കി വിടുമ്പോൾ, ദൈവം അവനെ പുറത്താക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാചിന്റെ സംഘം കമ്മിറ്റി കൂടി അവർ സന്തോഷിക്കുമ്പോൾ, അല്ല, ദൈവത്തിന് പറയാൻ ഒരു കാര്യമുണ്ട്. ഈ ഒരു
ദുഃഖം, ഈ ഒരു വേദന, മാഞ്ഞുപോയ ഈ ചിരി, മാഞ്ഞുപോയ ഈ സന്തോഷം, ഹല്ലേലൂയ, അതൊരു മഹാസന്തോഷമായി വെളിപ്പെടുന്ന ഒരു സമയം. രണ്ടാമത്തെ കാര്യമാണ് 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വായിച്ചേ, 3:13. അപ്പം രണ്ടാമത്തെ കാര്യം, സകല നന്മകളും ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്, ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ അകത്ത് ദൈവം കണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, നീ പ്രാപിച്ചതും നീ പ്രാപിക്കാൻ പോകുന്നതും എല്ലാ നന്മയും നിന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഉറപ്പുള്ളവരാമേ പറഞ്ഞു. ഒരു നന്മ പോലും അനുഭവിക്കാത്തവരാരും ഈ പ്രസംഗം കേൾക്കുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ചെറുതല്ലെങ്കിൽ വലുത്, വലുതല്ലെങ്കിൽ ചെറുതും, പല വിധത്തിലുള്ള നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരും അനുഭവിച്ചവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവപദ്ധതിക്കകത്ത്, ദൈവോദ്ദേശത്തിനകത്ത്, ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ അകത്ത് നിലകൊള്ളുന്ന ദൈവത്തിന്റെ പൈതൽ തിരിച്ചറിയണം, നീ അനുഭവിച്ചതും നീ അനുഭവിക്കുന്നതും നീ അനുഭവിക്കാൻ പോകുന്നതും ദൈവം തന്ന ദാനങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ. നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിനക്ക് പുകഴാനൊന്നുമില്ല, നിനക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, സകലതും ദൈവത്തിന്റെ ദാനം. ശ്വസിക്കുന്ന എത്ര പേര്? എന്തുകൊണ്ടാ പല നന്മകളും വന്നു കയറിയത്? എന്തുകൊണ്ടാ പല നന്മകളും പ്രാപിച്ചത്? എന്തുകൊണ്ടാ പല നന്മകളും അർഹിക്കാത്ത നന്മ പോലും എന്തുകൊണ്ടാ വന്ന് ജീവിതത്തിലേക്ക് കയറിയത്? ഒറ്റ കാരണമേ ഉള്ളൂ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശവും. അതിനനുസരിച്ച് നീ നിന്നപ്പോൾ ദൈവത്തിന്റെ നന്മ നിന്റെ വീട്ടിൽ വന്നു. നീ നിന്നപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വന്നു. നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗി പറയുന്നു ദൈവത്തിന്റെ ദാനം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടും, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതായി, നേടിയതല്ല ദൈവമെല്ലാം. മതി, ദൈവം എല്ലാം തന്നതാ. നമ്മൾ പാടുകയും ചെയ്യും. നമ്മുടെ വിചാരം നമ്മൾ നേടിയത്. സ്തോത്രം. ഒരു വശത്ത് നമ്മൾ പാടും, മറുവശത്ത് നമ്മുടെ പോക്കും വരവും നമ്മുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്നതൊക്കെ ഒത്തിരി അങ്ങ് കുറച്ച്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ദൈവത്തിന്റെ ദാനം. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാം? നീ ധരിച്ച വസ്ത്രം, നീ പാർക്കുന്ന പാർപ്പിടം, നിന്റെ നന്മ, നിനക്ക് ദൈവം തന്നതെല്ലാം, നിനക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് അല്ലെങ്കിൽ ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ ദൂതിന്റെ മുൻപിലുണ്ട്. ആമേൻ. 5:19 കൂടെ വായിച്ചേ. 5:19. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനമാണ്. നീ അധ്വാനിച്ചെന്നുള്ളത് സത്യമാ, നീ പ്രയത്നിച്ചെന്നുള്ളത് സത്യമാ.
അല്ലെങ്കിൽ നിനക്ക് ഐശ്വര്യവും സമ്പത്തും ഉണ്ടായെന്നുള്ളത് സത്യമാ. പക്ഷെങ്കിൽ അതൊക്കെ അനുഭവിക്കാൻ അധികാരവും അവകാശവും നിനക്ക് കിട്ടിയതിന്റെ പുറകിലത്തെ കാര്യം അത് ദൈവം നിനക്ക് ദാനം ചെയ്തതുകൊണ്ടാണ്. എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? അല്ലെങ്കിൽ നീ അനുഭവിക്കുന്ന 1 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ അതിന്റെ പുറകിൽ പ്രയത്നിച്ചിട്ടുണ്ടില്ലെന്നല്ല, പക്ഷേ അത് അനുഭവിക്കാൻ നിനക്ക് അധികാരം ലഭിച്ചത്, അത് അനുഭവിക്കാൻ നിനക്ക് അവകാശം ലഭിച്ചത് അത് ദൈവം നിനക്ക് ദാനമായി തന്നതുകൊണ്ട്. എത്ര പേര് ആമേൻ പറയും? നിനക്ക് പ്രയത്നിക്കാൻ ഇടമൊരുക്കിയത് ദൈവമാണ്. നിനക്ക് നന്മ പ്രാപിക്കാൻ അവസരം ഒരുക്കിയത് ദൈവമാണ്. നിനക്ക് അധ്വാനിക്കാൻ ഇടമൊരുക്കിയത് ദൈവമാണ്. നിനക്ക് അതിന് സമ്പാദിക്കാൻ ഒരവസരം തന്നത് ദൈവമാണ്. മാത്രം 500 രൂപയുടെ താള് പോക്കറ്റിൽ കയറുമ്പോ അത് പോക്കറ്റിൽ കയറാൻ നീ പ്രയത്നിച്ചു, സത്യമാണ്. പക്ഷേ അത് പ്രയത്നിക്കാനുള്ള ഇടവും വ്യക്തികളെയും അവസരങ്ങളെയും ഒരുക്കിയത് ദൈവത്തിന്റെ ദാനമാണ്. അത് ചെയ്യാനുള്ള ആരോഗ്യം നിനക്ക് തന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നന്മ നിന്റെ കരത്തിൽ വന്നത്, നിന്റെ അക്കൗണ്ടിൽ വീണത് ദൈവത്തിന്റെ ദാനമാണ്. തിരിച്ചറിഞ്ഞു. യൂത്ത് ബേത്ലഹേമിൽ വരുമ്പോ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ഒരു വയൽ ദൈവം ഒരുക്കി. ശ്രദ്ധിക്കണമേ, ഒരു വയൽ ദൈവം. സത്യത്തിൽ യൂത്ത് അധ്വാനിച്ചു ഇല്ലെന്നല്ല, പക്ഷേ അവർക്ക് വേണ്ടി ഒരു വയലൊരുക്കിയതും ഓവശനയാക്കിയതും അതെല്ലാം ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ ദാനമാണതല്ല. സ്തോത്രം ചെയ്യുന്നു. അവളുടെ തീരുമാനം അവൾ ഉറക്കം പ്രഖ്യാപിച്ചപ്പോ ദൈവ പദ്ധതിക്കകത്തവളായി. ദൈവ പദ്ധതിക്കകത്ത് രൂത്തിന്റെ പാരമ്പര്യം നോക്കിയാൽ തന്റെ ജനവുമായിട്ട്, ദൈവത്തിന്റെ ജനവുമായിട്ട്, ദൈവത്തിന്റെ രാജ്യവുമായിട്ട് ഒരു ബന്ധത്തിലും ദൈവം അനുവദിക്കാത്ത പാരമ്പര്യത്തിൽപ്പെട്ടവളാ രൂത്ത്. ലോത്തിന്റെ മൂത്ത മകളിൽ, ലോത്തിലൂടെ ജനിക്കപ്പെട്ട ലോത്തിന്റെ മൂത്ത മകളിൽ ലോത്തിലൂടെ ജനിക്കപ്പെട്ട പാരമ്പര്യത്തിന്റെ കണ്ണിയ രൂത്ത്. ദൈവം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഈ വർഗം ദൈവസഭയിൽ കയറരുത്, ഈ വർഗം, ഈ 10 തലമുറകൾ ദൈവത്തിന്റെ ജനവുമായിട്ട് ബന്ധമുണ്ടാകരുതെന്ന് ദൈവം അന്ന് ശപിച്ചതാ. ദൈവം അന്ന് നിയമം കൽപ്പിച്ചതാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന ഒരു തലമുറയ്ക്കകത്ത് പെട്ടവളെ ദൈവ പദ്ധതിക്കകത്ത് കൊണ്ടുവരണമെങ്കിൽ അത് അവളുടെ സമർപ്പണം ദൈവം കണ്ടിട്ടാ. അവളുടെ സമർപ്പണം ദൈവം കണ്ടിട്ടാ. അവള് പറഞ്ഞു, നിന്റെ ദൈവം ഇന്നു മുതൽ എന്റെ ദൈവം. ഹല്ലേലൂയ. നീ മരിക്കുന്നിടത്തു ഞാനും മരിച്ചടക്കം ചെയ്യും. നിന്റെ ജനം എന്റെ ജനമെന്നും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അവളുടെ പ്രഖ്യാപനം സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുകയും അവളെ ദൈവീക പദ്ധതിക്ക് ചെയ്തു. ഇന്ന് മകൾ എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല ദാനങ്ങളെ ഒരുക്കി. ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ കത്തുനിൽക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹിക്കുകയാണ്. ചില നന്മകളുടെ കൈമാറ്റം,
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് ചില നല്ല ഭാവങ്ങളെ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടത്, പ്രാപിക്കട്ടത്, പ്രാപിക്കുന്നത്, പ്രാപിക്കുന്നത്. സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ, സമ്മതിക്കട്ടെ, സമ്മതിക്കട്ടെ, സമ്മതിക്കട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. നന്മയുടെ മേൽ വാഴുന്ന കാരണം യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റാൻ ഞാൻ കരുതുന്നു. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ചില നല്ല ദാനങ്ങൾ, ചില നല്ല ദാനങ്ങൾ ദൈവം നിനക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നോട് ദൈവം അത് ഇടപെടുക, എന്നോട് ദൈവം അത് ഇടപെടുക. ചില നല്ല സംഭവിക്കട്ടത്, സംഭവിക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബങ്ങളകത്ത് ഈ ദൂതിനെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, ചിന്തിക്കട്ടെ, സംഭവിക്കട്ടെ. ചില നല്ല കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ ആവർത്തന പുസ്തകം എന്നെ ദൈവം ഒരു ദൂത് വെളിപ്പെടുത്തുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവേ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ. കണ്ടോ, പിതാക്കന്മാര് ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ നിയമം അന്നുള്ളതുപോലെ ഇന്നും ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ രാമേ പറഞ്ഞ് അല്ലേ. ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തു. അത് ചൊല്ലുന്നു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ പ്രമാണം. ഹല്ലേലൂയ. ദൈവം അന്ന് കൊടുത്തതുപോലെ ഇന്ന് തന്നിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നീ കാത്തു സൂക്ഷിച്ചാൽ 2026 ദൈവാത്മാവ് വചനത്തിലൂടെ ഒരു പ്രവചന ദൂത് പറയുന്നു. നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്ന ദൈവം അവനല്ലോ, ശക്തി തരുന്ന ദൈവം അവനല്ലോ, ശക്തി തരുന്ന ദൈവം അവനല്ലോ. എന്നോട് ദൈവം ഇടപെടുന്നു. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കേണ്ടത് പോലെ അനുസരിച്ച് ആ വചനത്തെ കീഴ്പ്പെടേണ്ട പോലെ കീഴ്പ്പെട്ട് അന്നുള്ളതുപോലെ ഇന്നും അന്നുള്ളതുപോലെ ഇന്നും കാത്തു സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ നന്മയുടെ മേഖലകളിൽ നിനക്ക് വിടുതൽ തരുക, നിനക്ക് ശക്തി തരുക ഒരു ദൈവം എന്ന ഭവനിൽ ഇതിനകത്ത് വന്ന് എന്നോട് ദൈവം ഇടപെടുക. സാമ്പത്തിക മണ്ഡലങ്ങളിൽ വെച്ചിരിക്കുന്ന ചില പൈശാചിക കാര്യം ഇന്ന് എടുത്ത് മാറ്റിയ എനിക്ക് ശക്തി തരുന്ന ഒരു ദൈവബലം എന്ന് ചൊല്ലുന്നു. നന്മയെ വിഴുങ്ങി കളയുക, നന്മയെ വിഴുങ്ങി കളയുക. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും നിനക്ക് നന്മയില്ലാതെ ചില ജീവിതങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ഞാൻ ശക്തിയുള്ള ദൈവമാണ്. കാലും തേനും ഒഴുകുന്ന കരത്തിനെ നൽകി അനുഗ്രഹിക്കാൻ ദൈവത്തിന്റെ വിശ്വസിക്കുന്ന
ചില നന്മയുടെ ഉറവിടങ്ങൾ, ചില ദൈവം കൈമാറുന്നു. എന്നോട് ദൈവം ശക്തമായി ഇടപെടുന്നു. വാഗ്ദത്ത ജനത്തിന് സമ്പത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, വാഗ്ദത്ത ജനത്തിന്റെ സമ്പത്തിനെ അനുഗ്രഹിച്ചതുപോലെ ഗുണവന ദൈവഭക്തനുള്ള ദൈവത്തിന്റെ ഉത്സവമുള്ള വിഷയങ്ങളകത്ത് ദൈവത്തിന്റെ നന്മകൾ അവൻ കൈമാറുന്നു. 2026 യേശുവിന്റെ നാമത്തിൽ വന്നു ചേർന്ന് ഹല്ലേലൂയ. കണ്ടോ, അന്നത്തെ പോലെ ഇന്നും എന്റെ നിയമത്തെ നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങളെ സമ്പന്നനാക്കുവാൻ ഞാൻ ശക്തനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഹല്ലേലൂയ. വാഗ്ദത്ത ജനം, ദൈവത്തിന്റെ പദ്ധതിയുള്ള ജനം, ദൈവത്തിന്റെ ഉദ്ദേശമുള്ള ജനം, ദൈവത്തിന്റെ സ്വപ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനം, ആ ജനത്തിനു വേണ്ടുന്ന നന്മയെ ദൈവം കൊടുത്തെങ്കിൽ, ദാനത്തെ ദൈവം കൊടുത്തെങ്കിൽ, അവർക്ക് രക്ഷയുടെ കാളപ്പക്ഷിയെ കൊടുത്തു. ഭൂതന്മാർ കഴിക്കുന്ന ഭക്ഷണം ദൈവം കേൾവി പോലും ഇല്ലാത്ത ശങ്കരാജക പ്രവർത്തനം നന്മകളെ ദൈവം അവർക്ക് കൊടുത്തു. അവരുടെ വസ്ത്രം മുഷിച്ചില്ല, കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല. ഹല്ലേലൂയ. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. പാറയിലെ വെള്ളത്തിന്റെ കയ്പ് മധുരമാക്കി, പാറയിൽ നിന്ന് ജലതടാകത്തെ തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ വെയിലത്ത് പാടാത്ത വിധത്തിൽ ദൈവത്തിന്റെ ശക്തേന അവർക്ക് തണലായി മേഘസ്തംഭം അവർക്ക് തണലായി നിന്നു. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ആത്മാവ് ഇടപെടുന്നു. ഈ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്നാൽ, അവന്റെ കൽപ്പനയ്ക്കനുസരിച്ച് നിന്നാൽ, അവന്റെ വചനത്തിനനുസരിച്ച് നിന്നാൽ, എന്നോട് ദൈവം പറയുന്നു, ചില നല്ല ദാനങ്ങളെ നിനക്ക് നൽകി തരാൻ അവൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പ്രവൃത്തി ശാശ്വതം. ഒരാമേൻ എത്ര പേര് പറഞ്ഞു? ദൈവ പദ്ധതിക്കകത്ത് നിൽക്കുന്ന, ദൈവിക ഉദ്ദേശത്തിനകത്ത് നിൽക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞോണം, ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് ശാശ്വതമായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് ശാശ്വതമാണ്. ഞാൻ ഉറപ്പ് തരാം, ദൈവമാണോ പ്രവർത്തിച്ചേ, പിന്നെ ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാം. ദൈവകരമാണോ ചലിച്ചത്, പിന്നെ ആ വിഷയം ഓർത്ത് ഭാരപ്പെടരുത്. ദൈവമാണോ പ്രവർത്തിച്ചത്, പിന്നെ ആ വിഷയത്തിൽ വ്യാകുലപ്പെടരുത്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ശാശ്വതമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കംപ്ലീറ്റ് ആണ്. ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ മാറുന്ന ദൈവമല്ല, ഞാൻ മറക്കുന്ന ദൈവമല്ല, ഞാൻ മുടക്കുന്ന ദൈവമല്ല. ഞാൻ ഒരിക്കലത് പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളണം. ഞാൻ മാറാത്ത ദൈവമാണ്, ഞാൻ മറക്കാത്ത ദൈവമാണ്, ഞാൻ ഒരു നന്മയും മുടക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകല് തിരിച്ചറി, ദൈവം പ്രവർത്തിച്ചാൽ അത് നിനക്ക് എന്നേക്കും ശാശ്വതമാണ്. ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു, അതോർത്ത് വ്യാകുലപ്പെടരുത്. അത് ശാശ്വതമാണ്.
അങ്ങനെ ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നു. ലെബാനോനിലെ ദേവദാരു പോലാത് മഞ്ഞിടിഞ്ഞു വന്നാലും കാറ്റാഞ്ഞടിച്ചാലും മഞ്ഞുമലകൾ ഇടിഞ്ഞു തകർന്നു വന്നാലും ദേവദാരു മരം പിഴുതുപോകത്തില്ല, ദേവദാരു തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്താ കാര്യം? അതിന്റെ വേരുകൾ അല്ലെങ്കിൽ 100 അടി താഴ്ചയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരുകളാണത്. ഇന്ന് പകൽ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഇളക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല, അതിനെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിൽക്കുന്ന വലിയ കൂറ്റൻ മഞ്ഞുമലകളുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ വലിയ വലിയ കപ്പൽ വരെ തകർന്നുപോയ സമുദ്രമാണ്, അപകടമേറിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ശക്തമേറിയ കാറ്റടിക്കും കേട്ടോ, തിരമാലകൾ ഉയർന്നു വന്ന് പറയും കേട്ടോ. പക്ഷെങ്കിൽ വലിയ വലിയ കപ്പലുകൾ തകരാറുണ്ട്, പക്ഷേ ഈ മഞ്ഞുമല തകരത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? കടലിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഈ മഞ്ഞുമലയെക്കാട്ടിലും ഇരട്ടി അതിന്റെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അത് ഇറങ്ങി നിൽക്കൊണ്ട് അത് നമുക്ക് കാണാൻ കഴിയത്തില്ല. കടലിന്റെ മുകളിൽ നിൽക്കുന്നതേ കാണാൻ കഴിയത്തുള്ളൂ. കടലിന്റെ അടിത്തട്ടിലേക്ക് ആഴമായി ഈ മഞ്ഞുമല ഇറങ്ങി നിൽക്കുക. അതുകൊണ്ട് സമുദ്രം ഉയർന്നു വന്ന് അടിച്ചാലും വെള്ളം തട്ടി പോകത്തേക്കുള്ളൂ. കപ്പല് വന്ന് ഇടിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, മഞ്ഞുമല തകരത്തില്ല, കപ്പല് തകരത്തേ ഉള്ളൂ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദേവദാരുവും മഞ്ഞുമലയും ഞാൻ എടുത്തതിന്റെ അർത്ഥമല്ല. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം പ്രവർത്തിച്ചതിനെ കഴിയത്തില്ല. ദൈവം പ്രവർത്തിച്ചതിനെ തകർപ്പു കളയാൻ ഒന്നിനും കഴിയത്തില്ല. നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കട്ടെ. ഒരു ആവിചാരത്തിന് കഴിയത്തില്ല, ഒരു മന്ത്രവാദത്തിന് കഴിയത്തില്ല, ഒരു പുരുഷത്തിന് കഴിയത്തില്ല, ഒരു ആസ്ട്രോയിന് കഴിയത്തില്ല, വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന്റെ സംജ്ഞാനികളെ നന്മ തന്ന ദൈവമാണെങ്കിൽ അത് ശാസ്ത്രമാണ്. ഒരു ശക്തിക്ക് കഴിയത്തില്ല. അതിനെ വളർത്താൻ ഒരു ശക്തിയില്ല. നിന്റെ ദൈവമാണെങ്കിൽ അതിനെ ഒരു ശക്തിക്ക് അവന്റെ പ്രവൃത്തി ശാശ്വതമാണ്. അവന്റെ പ്രവൃത്തി ശാശ്വതമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 38-ഉം 39-ഉം വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആലോചനയോ പ്രവൃത്തിയോ മാനുഷികമെന്നു വരികിൽ അത് നശിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം ആ വാക്ക്. ആലോചനയും പ്രവൃത്തിയും മാനുഷികമെങ്കിൽ അത് നശിക്കും. കണ്ടോ? ആലോചനയോ പ്രവൃത്തിയോ മാനുഷികമെങ്കിൽ അത് നശിക്കും. അടുത്ത വാക്യം, ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയത്തില്ലെന്ന്. മതി. രാമൻ എത്ര പേര് എന്നോട് ചേർന്ന് പറയും? ഉറപ്പും വിശ്വാസമുള്ളവര് പറഞ്ഞു, ആലോചനയും പ്രവൃത്തിയും മാനുഷികമാണെങ്കിൽ അത് നശിക്കും, പക്ഷെ ദൈവികമാണെങ്കിൽ അത് നശിക്കത്തില്ലെന്നല്ല എഴുതിയത്. അതിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് എഴുതിയത്. എത്ര പേർക്ക് പലരും ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ജീവിതത്തിൽ പ്രവൃത്തിയും ആലോചനയും ദൈവത്തിന്റെ ആണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഒരു മനുഷ്യരും
ഒരു പിശാചിനും കഴിയത്തില്ല. ഓരപ്പുള്ളത്രവരുണ്ട്, ഓരപ്പുള്ളത്രവർ നിന്നോടുള്ള ആലോചന, നിന്റെ മേലുള്ള പ്രവൃത്തി ദൈവത്തിൻ്റെതാണെങ്കിലോ, ദൈവത്തിൻ്റെതാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെതാണെങ്കിൽ ആൾക്കാർ പറയുന്നു അതിനെ നശിപ്പിക്കാൻ, അതിനെ നശിപ്പിക്കാൻ ഒരു ശക്തിയും ഈ ഭൂമിന്റെ വെളിപ്പെടുത്തൽ മാനസികമാണെങ്കിൽ അത് നശിച്ചു. പക്ഷെ ദൈവികമാണെങ്കിൽ നിലനിൽക്കുമെന്ന് മാത്രമല്ല, അതിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിടുതലായി വെളിപ്പെടട്ടെ, വിടുതലായി വെളിപ്പെടട്ടെ, വിടുതലായി വെളിപ്പെടട്ടെ, വിടുതലായി വെളിപ്പെടട്ടെ, വിടുതലായി വെളിപ്പെടട്ടെ, വിടുതലായി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസികം നാശിക്കും, ദൈവികമോ നിലനിൽക്കും. മാനസികം നശിക്കും, ദൈവികമോ നിലനിൽക്കും. മാനസികം ശാശ്വതമല്ല, പക്ഷെ ദൈവികമോ മാനസികം ശാശ്വതമല്ല, ദൈവികം ശാശ്വതമത്രേ. അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന പകൽ ആ കുഞ്ഞു പറഞ്ഞ നിർത്തുക. ഹല്ലേലൂയ. മാനസിക പ്രവൃത്തി നശിക്കും. ഇന്നത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകെതിരെ പ്രവർത്തിക്കുന്നത് മാനസികമാണെങ്കിൽ നശിക്കും. നിനക്കെതിരെ ഉള്ള ആലോചന മാനസികമാണെങ്കിൽ നശിക്കും. നിന്നെ കുറിച്ചുള്ള ദൈവിക പ്രവൃത്തി, ദൈവിക ആലോചന നിന്നെ കുറിച്ചുള്ള ദൈവ പ്രവൃത്തി, നിന്നെ കുറിച്ചുള്ള ദൈവാലോചന ശാശ്വതമായി നിലനിൽക്കും, ശാശ്വതമായി. അല്പനേരം ആത്മാവിൽ സ്തുതിക്കാം, അല്പനേരം ആത്മാവിൽ സ്തുതിക്കാം. ഞാനെന്റെ പ്രസംഗത്തിന്റെ പരിഭാഷണം ഇടുക. അല്പനേരം ആത്മാവിൽ സ്തുതിക്കാം, അല്പനേരം ആത്മാവിൽ സ്തുതിക്കാം, അല്പനേരം ആത്മാവിൽ സ്തുതിക്കാം, അല്പനേരം ആത്മാവിൽ സ്തുതിക്കാം. ഈ പ്രാർത്ഥിക്കാം, നന്ദിയോടെ പ്രാർത്ഥിക്കുക. എന്റെ ജീവിതം ഈ 2026 അതിന് ദൈവം പ്രവർത്തിക്കേണ്ട ചില ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക. പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിക്കുന്ന ചില ഇടങ്ങളിലാ ദൈവം പ്രവർത്തിക്കേണ്ട ചില ഇടങ്ങളിൽ മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം ദൈവം പ്രവർത്തിക്കുന്ന ചില ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക. പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിക്കാൻ പോവുക. ദൈവം പ്രവർത്തിക്കേണ്ട ചില ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. Yes, 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 yes. പ്രവർത്തന എല്ലാവരും അല്പനേരം ഒന്ന് എഴുന്നേറ്റുന്നത് ആത്മാവിൽ പ്രാർത്ഥിച്ച്, എഴുന്നേറ്റുന്നത് ആത്മാവിൽ പ്രാർത്ഥിച്ച്, എഴുന്നേറ്റുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, എഴുന്നേറ്റുന്നത് ആരാധിച്ച് പ്രാർത്ഥിച്ച്. മാനുഷിക ആലോചനകൾ, മാനുഷിക പ്രവർത്തികൾ എന്റെ ദൈവം നടപ്പിലാക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ ആലോചനയും ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ ദൈവം ശാശ്വതമാക്കാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ച്, അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ച്. ചാരത്തും ദൂരത്തും ഇരിക്കുന്ന എല്ലാവരും അല്പനേരമാ അധുരാജക പ്രവർത്തന ഉടകത്വ വേദി കിട്ടിയ അന്തര
എല്ലാവരും ദൈവത്തിന്റെ ശക്തി നിങ്ങളെ കൊടുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ കൊടുക. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ ചുടുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാര്യങ്ങൾ ഇതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ അതിനെ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ശക്തിയെ തൊടുക. ദൈവത്തിന്റെ ശക്തിയെ തൊടുക. ദൈവത്തിന്റെ ശക്തിയെ തൊടുക. നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തിലേക്ക് പ്രാർത്ഥിച്ചോ. നിന്റെ സന്തോഷത്തെ കളയുന്ന മനുഷ്യന്റെ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ തൊടുക. ദൈവത്തിന്റെ ശക്തിയുടെ തൊടുക. വാചകത്തിന്റെ ശക്തിയുടെ തൊടുക.
നിന്റെ സന്തോഷത്തെ കെടുത്തുകളയുക. മാനസിക പൈശാചിക സ്വാധീനത്തെ ഇന്ന് ഫലത്തിൽ ഈ ദൂത് ക്യാൻസൽ ചെയ്യുക. അവിടുന്ന് സ്വീകരിക്കുക, അവിടുന്ന് സ്വീകരിക്കുക. ദൈവത്തിന്റെ സഖികളെ, ദൈവത്തിന്റെ സഖികളെ, ദൈവത്തിന്റെ സഖികളെ. ആ ആ ചില നല്ലവരാണെങ്കിൽ ചില നല്ലവരാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വന്നു ചേരുന്നു, വന്നു ചേരുന്നു, വന്നു ചേരുന്നു, വന്നു ചേരുന്നു, വന്നു ചേരുന്നു, വന്നു ചേരുന്നു. ദൈവസഖ്യകളെ, ദൈവസഖ്യകളെ, ഭാരം ധീര ധാര, അന്ധഭാര ധീര ഭാര, പ്രാപിച്ചോ, 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 ആത്മാവിൽ പ്രാപിച്ചോ, പ്രാപിച്ചോ. ദൈവത്തിന്റെ ശക്തിയാണ്, ശക്തിയാണ്, ദൈവത്തിന്റെ അവരുടെ സന്തോഷം സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇന്ന് ആത്മാവ് നിനക്ക് വേണ്ടി ചിലത് ചെയ്തോണ്ടിരിക്കുക. വചനം നിനക്ക് വേണ്ടി ചിലത് ചെയ്തോണ്ടിരിക്കുക. വചനം നിനക്ക് വേണ്ടി ചിലത് ചെയ്തോണ്ടിരിക്കുക. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എന്റെ ദൈവം കാണിക്കുന്നു അടിയ ചില ഓർമ്മകൾ, ചില നല്ല കാലങ്ങൾ, ചില നല്ല കാലങ്ങൾ തുറക്കുന്നു, ചില നല്ല കാലങ്ങൾ തുറക്കുന്നു. നഷ്ടപ്പെട്ട സന്തോഷം അടയുക, നഷ്ടപ്പെട്ട ആനന്ദം അടയുക. യേശുവിന്റെ നാമത്തിൽ മാറ്റുക. തല്ലി കെടുത്തിയത് ആദ്യത്തെ തല്ലി കഴുകിയത് പ്രാർത്ഥിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവം നിന്നോട് ഇടപെട്ട ദൂത് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. ദൈവം സംസാരിച്ച ദൂത് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. ഇന്ന് അതിന്റെ പേരിൽ വിടുതലാണ്, അതിന്റെ പേരിൽ വിടുതല, അതിന്റെ പേരിൽ വിടുതല. ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ. ആ മനുഷ്യന്റെ ആലോചനയാണ്, മനുഷ്യന്റെ പ്രവൃത്തിയാണോ അത് നശിക്കും. എന്നാ ദൈവത്തിന്റെ ആലോചനയാണോ, ദൈവത്തിന്റെ പ്രവൃത്തിയാണോ അത് നിലനിൽക്കുക മാത്രമല്ല, അതിനെ നശിപ്പിക്കാനോ ശക്തിക്കും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നോട് പറഞ്ഞത് ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണെങ്കിൽ,
ആത്മാ പറയുന്നു അതിനെ നാശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ഭുജം ഇത് നമ്മുടെ വിഷയത്തിന്റെ മേൽ വ്യാപരിക്കും. തമ്പുരാന്റെ പ്രവർത്തി നമ്മുടെ മേൽ. വ്യക്തിപരമായി ദൈവജനരോട് സംസാരിച്ചു. നിങ്ങൾ ആ ദൂതിനെ ആത്മാവിൽ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അത് ജയമായി വെളിപ്പെടും. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. നന്ദി. ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവിക ഉദ്ദേശത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാകട്ടെ ഒരു കുടുംബമാണ്. ആത്മാവ് പറയുന്നു അവർക്ക് ജീവപര്യന്ത സന്തോഷം നൽകും. സകല ദൈവത്തിന്റെ ദാനമായ നന്മകൾ പകരും. ശാശ്വതമായ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തും, ദൂതിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. വാത്സല്യ സഹോദരൻ ജോജി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും.